ടീം ഇന്ത്യയുടെ ഈ ലോകകപ്പിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാവുന്ന ഒരു മത്സരം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരമാണ്. എവിടെയാണ് ടീം ഇന്ത്യ ലാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് പോരായ്മയുള്ളതും തുറന്നു കാട്ടപ്പെട്ടത്. കാരണം 2022 ശേഷം മത്സരങ്ങളൊന്നും ലോകകപ്പിൽ തോക്കാതെ ജയിച്ചു വന്നിരുന്ന ടീം ഇന്ത്യക്ക് ഒരു പക്ഷേ ഒരു ഹാർഡ് റിയാലിറ്റി ഹിറ്റ് ചെയ്തത് ആ സൗത്ത് ആഫ്രിക്ക മത്സരമാണ്. അവിടെയാണ് അവരുടെ ബാറ്റിംഗ് ഓർഡറിലെ പോരായ്മകൾ അല്ലെങ്കിൽ ഒരേ വൺ ഡയമെൻഷൻ ആയിട്ടുള്ള ബാറ്റിംഗ് ഓർഡർ ആണെന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ടീം ഇന്ത്യൻ മാനേജ്മെന്റിന് ലഭിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് സഞ്ജു സാംസൺ ടീമിന്റെ അവിഭാജ്യ ഘടകമായി ഒരുപക്ഷെ നിർണായകമായ സ്വാധീനമായിട്ട് ആ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് എത്തിയത്. അത് മാത്രമല്ല മറ്റ് ഘടകങ്ങളൊക്കെ തന്നെ ആ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ തന്നെ ടീം ഇന്ത്യയെ ഒരു വലിയ ശക്തിയായി ആ സൗത്ത് ആഫ്രിക്ക മത്സരത്തിന് ശേഷം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ടീം ഇന്ത്യക്കെതിരായുള്ള മത്സരങ്ങളിൽ എതിർ ടീമുകൾക്ക് 16 ഓവറുകളിൽ കാര്യങ്ങൾ ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ ബാക്കി 4 ഓവറുകൾ ആ 24 പന്തുകൾ എറിയുന്നത് ജസ്പ്രീത് ബുംറയാണ്. അവിടെ കാര്യങ്ങൾ അവർക്ക് പ്രതികൂലമായി സംഭവിക്കാറുള്ളൂ എന്നുള്ളതാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. സെമി ഫൈനലിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. അദ്ദേഹത്തിന്റെ 18ാം ഓവറാണ് മത്സരം മാറ്റിമറിച്ചതെന്ന് സംശയം പറയാം. പക്ഷെ ചില വിള്ളലുകൾ ആ ബോളിംഗ് ലൈനപ്പിൽ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തിയുടെ ഫോമിൽ അത്ര വലിയ ആത്മവിശ്വാസമല്ല ടീം ഇന്ത്യക്കുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ബാറ്റിംഗിൽ സഞ്ജു സാംസൺ ഒരു എക്സ് ഫാക്ടർ ആയിട്ട് മാറുകയും അല്ലെങ്കിൽ ടീമിനെ വിജയിപ്പിക്കുകയും സാധിക്കുന്നത് പോലെ തന്നെ നിർണായകമായ മത്സരങ്ങളിൽ ആ ഒരു റിസ്ക് ടീം ഇന്ത്യ എടുത്തേക്കും. കാരണം അദ്ദേഹത്തിന്റെ പന്തുകൾ പലപ്പോഴും റീഡ് ചെയ്യാൻ ബാറ്റേഴ്സിന് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സബ് കോണ്ടിനെന്റ് പുറത്തുള്ള ബാറ്റേഴ്സ് ഒക്കെ തന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടാറുണ്ട്. അദ്ദേഹത്തിന് ഒരു മത്സരം മോശമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോളിംഗ് മോശമാകുന്നു എന്നുള്ളതല്ല, അദ്ദേഹം ഇപ്പോഴും T20യിലെ 1ാം നമ്പർ ബോളർ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഒരു എക്സ് ഫാക്ടർ ആയിട്ട് അദ്ദേഹത്തെ കളിപ്പിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ആതിഥേയരായ രാജ്യങ്ങൾക്കൊന്നും തന്നെ T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി ടീം ഇന്ത്യ മാറാനുള്ള അവസരമാണ് ടീം ഇന്ത്യക്ക് മുമ്പിലുള്ളത്. അതേപോലെ തന്നെയാണ് T20 ലോകകപ്പ് നിലനിർത്താനായിട്ട് ഒരൊറ്റ രാജ്യത്തിനും സാധിച്ചിട്ടില്ല. അത് നേടുന്ന ആദ്യ ടീമായി ടീം ഇന്ത്യക്ക് മാറാനുള്ള അവസരം. ഒരൊറ്റ കടമ്പ കൂടി ന്യൂസിലാൻഡുമായിട്ടുള്ള ഫൈനൽ മത്സരം.